വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂൺ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സ്റ്റൗ കത്തിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം, കൂണ് നല്ലവണ്ണം കല്ലുപ്പും മഞ്ഞളിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 10 മിനിറ്റ് ഇട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് മഞ്ഞളും തൈരും ഉപ്പും കുറച്ച് പിന്നെ കോൺഫ്ലവർ ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞതാണ്. ഇത് ഇനി വറുത്തെടുക്കണം. അതിലേക്ക് ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായി വറുത്തെടുക്കണം. ഒരു കളറ് ഒരു മാറി വന്നാൽ മതി. ഇതൊന്ന് മറിച്ചിടാം. ചൂടായാൽ മതി. പാത്രത്തിലേക്ക് ഒരു സവാള അരിഞ്ഞത്, പൊടി അരിഞ്ഞത്, ഒരു 5-8 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു കഷ്ണം വെണ്ണ ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ഇടാം, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഇടാം, ക്യാപ്സിക്കം ഇടാം, കുറച്ച് മല്ലിയില ഇടാം, കുറച്ച് കറിവേപ്പില ഇടാം. നനയ്ക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. വഴറ്റുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണോളം മുളക് പൊടി, അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. ഈ മൂടി സിമ്മിട്ടിട്ട് ഒന്നൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കും. കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച ഒന്ന് ചൂടാക്കിയിട്ടുള്ള കൂൺ ഇതിലേക്ക് ഇടാം.
ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് മൂടി വേവിക്കാം. മഞ്ചൂരി പോലെയാണ് ഉണ്ടാക്കിയേക്കണത്, ഒരു കറിയല്ല, ഒരു മഞ്ചൂരി പോലെ. നന്നായി ഇളക്കി കൊടുക്കാം. സിമ്മിട്ടിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില വിതറി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് വിളമ്പി കഴിക്കാം കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വളരെ ടേസ്റ്റാണ്. ഈ ഗോബി മഞ്ചൂരിയൊക്കെ പോലെ ഉണ്ടാക്കുന്ന കൂണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.